ഹലോ ഹായ് നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ്. ദ ഗ്രേവ് ഡേഞ്ചർ കേരള ഈസ് ഫേസിംഗ്. റിപ്പോർട്ട് ഓഫ് ദ ടെക്നിക്കൽ ഗ്രൂപ്പ് മിനിസ്ട്രി ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ യൂണിയൻ ഗവൺമെന്റിന്റെ 2021 തുടങ്ങി 2036 വരെയുള്ള ഏജ് വൈസ് പോപ്പുലേഷൻ പ്രൊജക്ഷൻ കേരളത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്ന സ്റ്റഡി പ്രകാരം കിട്ടിയിരിക്കുന്ന ഡാറ്റ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 19 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് കേരളയുടെ പെർസെൻറ്റേജ് 2011 ലേറ്റസ്റ്റ് സെൻസസ് പ്രകാരം 32% അത് കുറഞ്ഞ് 23% വരുമെന്നാണ് ഈ സ്റ്റഡി യൂണിയൻ ഗവൺമെന്റിന്റെ ടെക്നിക്കൽ ഗ്രൂപ്പിന്റെ സ്റ്റഡി പറയുന്നത്. അതിനേക്കാൾ ഭീകരം എന്ന് പറയുന്നത് ഏജിങ് പോപ്പുലേഷൻ, 55 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പോപ്പുലേഷൻ പെർസെൻറ്റേജ് ടോട്ടൽ കേരള പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 18%. 29 തുടങ്ങി 30% വരെ 2036 ആകുമ്പോൾ ആകും എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം കേരള എന്ന് പറയുന്ന ഒരു ഏജിങ് സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഡിപ്പെൻഡന്റ്. 19 വയസ്സിന് താഴെയും 55 വയസ്സിന് മുകളിലുമുള്ളവരുടെ ടോട്ടൽ പോപ്പുലേഷൻ കേരളത്തിന്റെ മൊത്തം പോപ്പുലേഷന്റെ 53% മുകളിലേക്ക് പോകും ഈ 2036 ആവുമ്പോൾ എന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. അതിനർത്ഥം കേരളത്തിലെ 2 രീതിയിലാണ് കേരളത്തിനെ ഏറ്റവും അപകടം ഫേസ് ചെയ്യുന്നത്. ഒന്ന്, വർക്കിംഗ് ഏജ് പോപ്പുലേഷന്റെ ഡിക്ലൈൻ വളരെയധികം ഭീകരമാണ്. കുട്ടികളുടെ പോപ്പുലേഷൻ താഴത്തേക്ക് വരുന്നു. ഏജിങ് ആയിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ വളരെയധികം കൂടുന്നു. ഏജിങ് ആയിട്ടുള്ള ആളുകളുടെ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ഒരു സംസ്ഥാനത്ത് കൂടിയാൽ ആ സംസ്ഥാന ഗവൺമെന്റിന് സോഷ്യൽ സർവീസ്, പബ്ലിക് സപ്പോർട്ട്, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസകൾ ചെലവഴിക്കേണ്ടി വരും. വരുമാനമില്ലാത്ത ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കടം മേടിച്ച് ഇതിലേക്ക് നടത്തേണ്ടതായിട്ട് വരും. ഇതിന് തിരിച്ചടയ്ക്കാനുള്ള വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ ഇല്ലെങ്കിൽ കുഴിയിൽ നിന്ന് കൊക്കയിലേക്കായിരിക്കും ആ സംസ്ഥാനം വീഴുന്നത്. ഇനി ഈ ഡെമോഗ്രാഫിക് ഷിഫ്റ്റിങ്ങിന് വരാനുള്ളതിന്റെ മേജർ റീസൺസ് നമുക്ക് നോക്കാം. ഡിക്ലൈൻ ഇൻ ഫെർട്ടിലിറ്റി റേറ്റ്, കുട്ടികൾ ഉണ്ടാവുന്നതിന്റെ റേറ്റ് കേരളത്തിൽ ഭീകരമാവണ്ണം താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റേറ്റ് നമ്മൾ മനസ്സിലാക്കണം, റീപ്ലേസ്മെന്റ് റേറ്റ്. ഒരച്ഛനും ഒരമ്മയ്ക്കും 2 കുട്ടികളിൽ മുകളിൽ 2.1 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിലിയുടെ നമ്പർ 2 എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും കണ്ടിന്യൂ ചെയ്യുള്ളൂ. കേരളം ഈ റീപ്ലേസ്മെന്റ് റേറ്റ് ആയ 2.1 അച്ചീവ് ചെയ്തിരിക്കുന്ന 1988 നമ്മളുടെയൊക്കെ ചെറുപ്രായത്തിലെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കേരളത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആയ TFR 1.7 ആണ്. എത്രയോ താഴെയാണ്. നാഷണൽ ആവറേജ് പോലും 2.2 ആയിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ TFR റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ് 1.7 ആണ്. ചില കമ്മ്യൂണിറ്റികളിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ല, ചില കമ്മ്യൂണിറ്റീസ് വാനിഷ് ആവുന്നു ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്. രണ്ടാമത്തെ റീസൺ, യങ്ങർ ജനറേഷൻ കേരളം വിട്ടുപോവുകയാണ്. വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് കേരളത്തിൽ നിന്ന് യങ്ങർ ജനറേഷൻ പോകുന്നത്. അവർ ആരും കേരളത്തിൽ സെറ്റിൽ ആവുന്നില്ല. ചില പ്രദേശങ്ങളിൽ പ്രായമായവരെ കൊണ്ട് മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമൂഹം അടുത്ത 15 കൊല്ലം കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള മരണം കഴിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം വേക്കന്റ് ലാൻഡ് ആയിട്ട് മാറുകയാണ്. നമുക്ക് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ പോലും ഇല്ലാണ്ടായി മാറുകയാണ്. 2, ആളുകൾ കല്യാണം കഴിക്കുന്നില്ല. ചില ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ടിരിക്കുന്ന കാസ്റ്റുകളിൽ മാരേജ് തന്നെ നടക്കുന്നില്ല. ഭീകരമായ ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ല. അതിന് പറ്റിയ വധു ബ്രൈഡ്സിനെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ സ്വന്തം പരിസരത്ത് നിന്ന് കിട്ടും. 2, ആളുകൾ കല്യാണം കഴിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. കല്യാണം കഴിക്കുന്ന ലേറ്റർ ഏജ് സംഭവിക്കുന്നുണ്ടിട്ട് ഒന്നുകിൽ ഒരു കുട്ടിയിൽ അവർ നിർത്തുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഇതുപോലുള്ള ഭീകരമായ സിറ്റുവേഷനാണ് കേരളത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം കേരളത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ 1901 ഏതാണ്ട് 63 ലക്ഷമായിരുന്നതിൽ 69 തുടങ്ങി 70% ഹിന്ദു പോപ്പുലേഷൻ ആയിരുന്നു. ഇന്ന് 2011 ലേറ്റസ്റ്റ് പോപ്പുലേഷൻ സർവേ പ്രകാരം, സെൻസസ് സർവേ പ്രകാരം 3.3 ക്രോറിൽ ഹിന്ദു പോപ്പുലേഷൻ 54-55% ആണ്. അതുപോലെ തന്നെ അന്നത്തെ മേജർ ആയിട്ടുള്ള 2 റീജിയൻസ്, പ്രൊവിൻസസ് ആയിരുന്ന ട്രാവൻകൂറിലെയും മലബാറിലെയും നമുക്ക് നോക്കാം. മലബാറിലെ ട്രാവൻകൂറിലെ 1820 ടോട്ടൽ പോപ്പുലേഷൻ 9 ലക്ഷമായിരുന്നെങ്കിൽ അതിൽ ഹിന്ദു പോപ്പുലേഷൻ ഏതാണ്ട് 83%. മലബാർ സൈഡിലെ ഹിന്ദു പോപ്പുലേഷൻ ഏതാണ്ട് 73-74% ആയിരുന്നു. ചില കമ്മ്യൂണിറ്റികളുടെ പോപ്പുലേഷൻ വളരെയധികം താഴത്തേക്ക് വരുന്നുണ്ട്. ഭീകരമാവണ്ണം ആ കമ്മ്യൂണിറ്റികളുടെ ഉള്ളിലുള്ള വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, യങ്ങർ ഏജിന്റെ നമ്പർ ആസ് എ ടോട്ടൽ പോപ്പുലേഷൻ
ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി അത് ഭീകരമാവണ്ണം താഴത്തേക്കാണ് വരുന്നത്. ഗവൺമെന്റുകളും ആ കമ്മ്യൂണിറ്റിയിലുള്ള ലീഡേഴ്സും ഇതിനെ ഒന്നിരുന്ന് പഠിച്ച് ഈ പ്രശ്നം എത്ര ഗ്രാവിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ടൈം ബൗണ്ടായിട്ട് അത് ചെയ്യണമെന്നും അതിനുള്ള സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു വളരെ വലിയ ഡേഞ്ചറാണ് കേരളം ഫേസ് ചെയ്യുന്നത്. എസ്പെഷ്യലി സം കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. അവർ ഒരു പക്ഷേ 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ കമ്മ്യൂണിറ്റികൾ കേരളത്തിന്റെ ഹിസ്റ്ററി ആയി മാറും. ചില സമയത്ത് അവർ പഴമയായി മാറിപ്പോവും. അവർ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ നമ്പർ ഭീകരമാവണ്ണം കുറഞ്ഞു പോകും. ഈ ഡേഞ്ചറിനെ കേരളത്തിലെയും കേരള ഗവൺമെന്റും ഈ കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സും കേരളത്തിലെ പൊതുസമൂഹവും പോപ്പുലേഷൻസും സെൻട്രൽ ഗവൺമെന്റും ഏറ്റെടുക്കണമെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ഇതിനു വേണ്ടി നടത്തണമെന്നും സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെന്നും അത് യുദ്ധാടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും റിക്വസ്റ്റ് കൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് 5 seconds വ്യൂ ഓൺ ദ ഗ്രേവ് ഡേഞ്ചർ ഫേസ്ഡ് ബൈ കേരള. താങ്ക് യു സോ മച്ച്.